പണി കിട്ടി. ഇനി എങ്ങനെ പോകും കൊച്ചേ? The corner of Singat Fort. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് സിനഗഡ് ഫോർട്ടിലേക്കാണ്. ഇത് പൂനെയിലെ ഒരു എന്താ പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു സൈറ്റാണ് സിൻഗഡ് ഫോർട്ട് അല്ലെങ്കിൽ സിനഗഡ് ഫോർട്ട്. അപ്പം സമയം ഇപ്പം 7:30 എന്തുവാ സൺറൈസ് ആയി. പക്ഷേ സണ്ണ് കാണാൻ പറ്റില്ല, കുറച്ച് ഫോഗൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സിനഗഡ് ഫോർട്ടിലോട്ട് പോവാണ്. ഓക്കെ, ഇപ്പം ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് 19 ഡിഗ്രീസാണ്. നമുക്ക് മുകളിലോട്ട് പോകുമ്പോൾ കാണാൻ എന്താ ബോർഡൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ സിനഗഡ് ഫോർട്ടിൽ പോകാൻ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ റോഡ് വഴി നമുക്ക് മുകളിൽ ഫോർട്ടിൻ്റെ ആ ഒരു ലാൻഡിങ് വരെ പോകും. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹില്ലിൻ്റെ ഏറ്റവും ബേസിൽ നമുക്ക് ഇറങ്ങാം. അവിടുന്ന് പിന്നെ ട്രെക്ക് ചെയ്തുകൊണ്ട് പോകേണ്ടി വരും. അത് ഓൾമോസ്റ്റ് 2.5-3 hours എടുക്കും ട്രെക്ക് ചെയ്യാൻ. ഈ മല മൊത്തം ട്രെക്ക് ചെയ്ത് മുകളിൽ കയറണം. അപ്പോൾ ഈ 2 ഓപ്ഷനാണ് സിനഗഡ് ഫോർട്ടിൽ പോകാനുള്ള ഒരു വേ. അപ്പോൾ നമ്മളിപ്പം ഈസി ആയിട്ടുള്ള വേ ആണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്, അതായത് വണ്ടി കൊണ്ട് പോകുന്നത്. കുഞ്ഞ് നല്ല ഉറക്കമാണ്. നോക്കാം, നല്ല തണുപ്പുണ്ട് കേട്ടോ. സമ്മറിലോട്ട് പോകുന്നുണ്ടല്ലേ, ഇതിനിങ്ങനെ ഇലകളൊന്നും ഇല്ലാത്ത ഇങ്ങനെ ഉണങ്ങിക്കൊരു നിൽക്കില്ല. നമ്മള് മഴ സമയത്ത് നേരത്തെ മഴ സമയം കഴിഞ്ഞിട്ട് സുഗന്ധിങ്ങനെ ഒതിച്ച് വരുന്നേ ഉള്ളൂ അല്ലേ? കേട്ടോ നല്ല രസമായിരിക്കല്ലേ മേളിൽ പോയിട്ട് താഴെ നോക്കാൻ അല്ലേ? മുകളിലൊക്കെ കുറെ സമ്മതിക്കുന്നില്ലേ? ഛത്രപതി ശിവാജി മഹാരാജ് ഈ ഒരു മലയുടെ മുകളിലാണ്. അയ്യോ എന്റെ പൊന്നെ, ഓർത്തു പോരല്ലേ? കണ്ടായിരുന്നോ? ഇതൊക്കെ ഇവിടെ പോയിട്ട് വരുവാ. അങ്ങോട്ട് റോഡുണ്ടോ? അല്ല മേളിൽ പോയിട്ട് ഏറ്റവും വലിയ കിലയാണ്. നല്ല ദൂരം ഉണ്ടല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. താഴെ ഭയങ്കര മലയൊക്കെ കാണാം. ഇത് ഈ മരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് മരങ്ങളിന്റെ ഇതില്ലാത്തതുകൊണ്ട് നമുക്ക് താഴോട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ? പിന്നെ ഇലയുണ്ടായിരുന്നു, നമുക്ക് താഴോട്ട് കാണത്തില്ലല്ലോ. സൂര്യൻ വന്നു കേട്ടോ. 7 മണിക്കൊന്നും അല്ലായിരുന്നു സൺസെറ്റ് പറഞ്ഞിരുന്നേ. അയ്യോ സോറി, സൺറൈസ്. എൻ്റെ ട്രെയിനിൽ അടിച്ചു പോയത്. കുളമുണ്ട് ഇവിടെ. ഈ ഇടുക്കിയിലൊക്കെ പോകുന്നവരുണ്ടല്ലേ, ഇടുക്കി അല്ലേ? ഛത്രപതി ശിവാജി പുള്ളിയാണ് ഇവിടെ, പുള്ളിയുടെ സിംഹാസനമായിരുന്നല്ലേ ഇവിടെ ഈ പട്ടേക്കാട് ഏരിയയില്. ഹിസ്റ്ററി വായിക്കുമ്പോ എന്താ ഒരു മുസ്ലിം മുഗൾ റൂളർ ഇത് കൈയേറി, പിന്നെ ശിവാജി വന്നത് റീകോങ്കർ ചെയ്യുമായിരുന്നു. ആദ്യം ഇവന്റെ ഫോട്ടോ ആയിരുന്നു. മുഗൾ ഡൈനാസ്റ്റി വന്ന് കോങ്കർ ചെയ്തു. പക്ഷെ പിന്നെ ശിവാജി ഇത് തിരിച്ച് അടിച്ച് മേടിക്കായിരുന്നു. വലിയൊരു ഇതൊക്കെ ശിവാജി ഒരു ഫോഴ്സ് ആയിരുന്നു ഈ പോർച്ചുഗീസും ബ്രിട്ടീഷിനും ഒക്കെ എതിർത്തുകൊണ്ടിരുന്നത്. ശിവാജിയുടെ അവരുടെ പോർച്ചുഗീസിന്റെ ഒരു കൺട്രോളായിരുന്നു മുംബൈ, അല്ലെ അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവർ
ശിവാജി ഫൈറ്റ് ചെയ്തത്. പിന്നെ ശിവാജിയുടെ ഒരു കാലം കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് വന്ന ബ്രിട്ടീഷുകാർ, അപ്പോൾ അവർ ജോലി കീഴടക്കി. നെക്സ്റ്റ് റൂളേഴ്സ് ഒന്നും അത്രയും പവർഫുൾ അല്ലായിരുന്നു, അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അന്നത്തെ കാലത്ത് ജനിച്ചായിരുന്നെങ്കിൽ ഒരു രാജാവാകുമായിരുന്നോ? സാംബർഗീസ് രാജ. ഇതെന്താ നല്ല രസമുണ്ടല്ലേ വഴിയൊക്കെ. പാറ ഉപയോഗിക്കാൻ വേണ്ടി ഇവരിങ്ങനെ ഇത് അല്ലെങ്കിൽ മഴയുടെ സമയത്തൊക്കെ മുന്നിൽ പാറ ഇങ്ങനെ വീഴും, അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി റോഡ് നമുക്ക് കാണാൻ പറ്റുന്നു. പുലി ഇറങ്ങിയിട്ടുണ്ട്. പുലി വന്നാ എന്ത് ചെയ്യും? സൂക്ഷിക്കണം. പുലി വരുമ്പോ സൂക്ഷിച്ചിരുന്നല്ലോ നീ. പുലി വരുമ്പോ എന്ത് ചെയ്യും? നമ്മൾ നഖവും പല്ലും നഖവും വെച്ച് നമ്മൾ അതിനെ പാവം ചോരും. ഈ ബുക്കിനകത്തെ കാലത്തെ പ്ലാറ്റ്യൂസ് അല്ലേ? കറക്റ്റ് ആ ഒരു പിക്ചറാണ്. ഫൗണ്ടൻ വാട്ടർ ഫൗണ്ടൻ ഒക്കെ വരും. അതാ കടക്കോസില. നമ്മൾ ട്രക്ക് തുടങ്ങുകയാണ്. അപ്പോൾ ഇതാണ് ഫോർട്ട്. ഇവിടെ കണ്ടാൽ നമുക്ക് ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. കടക്കോസില ലേക്ക്, പിന്നെ അതുപോലെ തന്നെ ഈ സിംഗഡ്, ഈ നാൻഡഡ് സിറ്റി, ഗിരിനഗർ, അതൊക്കെ ആ വ്യൂ ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ 2 ലേക്കുണ്ട്. ഒന്ന് പാൻഷെട്ടാന്ന് തോന്നുന്നു, പാൻഷെട്ട് ഡാമും പിന്നെ കടക്കോസ്ല ഡാമും. ഇത് രണ്ടും കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് ട്രക്ക്. അപ്പോൾ ഇവിടെ മൊത്തം ഒരു 4 ഇങ്ങനത്തെ ഗേറ്റ് കാണാൻ പറ്റും കേട്ടോ, ദ്വാർ. അപ്പോൾ ഈ ഇങ്ങനത്തെ ഗേറ്റ് കൂടെയാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. ഓക്കെ ജിവി, റെഡി അല്ലേ? ജോനു, ആർ യു റെഡി? യെസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. സ്റ്റാർട്ട്. ഇപ്പോൾ നമ്മൾ പൂനെ ദർവാസയിൽ കൂടെ കയറാൻ പോവുകയാണ്. ഇതാണ് പൂനെ ദർവാസ. ചെറിയ വേഷം പോലെ ഉണ്ടല്ലേ? ഇല്ലേ? നീ വല്ല ടവർ ട്രാൻസ്മിഷൻ ടവർ ഒക്കെ ഉണ്ട്. ഇത്രയും കവർ ചെയ്യണം ശ്രീനഗർ ഫോർട്ട്. ഇതാണ് ഗായ്സ് അടുത്ത ദർവാസ.
എവിടെ അത് ചെറിയ അല്ല അത് ഇവർ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ചെറിയായിട്ട് പണിയായി ചെറിയ ഹോട്ടലും സംഭവമൊക്കെ. നമുക്ക് ഇനി മുകളിലോട്ടോ പോണോ? ഇനി മുകളിലോട്ടോ വേണമെങ്കിൽ ഈ പടി കയറി ഞാൻ എടുത്തിട്ട് വരാം. നമുക്ക് നോക്കാം എന്താ മുകളിൽ തോന്നുന്നു. ഓക്കേ പേടിക്കാൻ വേണ്ട. യെസ്, അങ്ങനെ ഞാൻ ഒരു ദർവാജയുടെ മുകളിൽ കയറിയിരിക്കുന്നു ഗ്യാസ്. ഇവിടുന്ന് വേണമെങ്കിൽ ജീവി നിനക്ക് റീൽ എടുക്കും കേട്ടോ. നിന്റെ റീൽ വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കാം. ഓ ഇല്ല, വലിയ സ്ഥലമില്ല. ഇല്ല ഇവിടുന്ന് പറ്റില്ല. നമുക്ക് അങ്ങ് അവിടെ നിന്ന് എടുക്കാം. അവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് വ്യൂ, സിംഗഡ് ഫോർട്ടിൻ്റെ വ്യൂ. ജോയിനെ കാണുന്നില്ലേ? കൊള്ളാം. Donkey guys, donkey. Wow. എന്താ എന്ത്? ഞാൻ വീടെടുക്കാം. നമ്മുടെ ചേച്ചിയുടെ വീട്ടിലാണ് കഴിക്കാൻ പോകുന്നല്ലേ. എന്തൊക്കെയുള്ള അറിയാമോ ഇതിൻ്റെയൊക്കെ പേര്? അവിടെ നിന്ന് ആർക്കിച്ച് തുപ്പുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂ. അപ്പം വെയിലൂടെ വന്നപ്പോൾ നല്ല ക്ലിയർ ആയിട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടാണ് നമ്മൾ കഴിക്കാൻ വന്നിരിക്കുന്നത്. ഇവരുടെ വില്ലേജിൽ നമുക്ക് ഫുഡ് കഴിക്കാം. അവരവിടെ എത്തിയിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. പക്ക ഒരു എന്താ പറയുന്നത് വില്ലേജിലാണല്ലേ. വാ, നമുക്കിങ്ങനെ ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പായൊക്കെ ഇങ്ങനെ വിരിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ അത് വേറെ ഒരു സുഖം തന്നെയാണ്. ഇത് നമുക്ക് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ജോൺ पकोड़ा नको म्हणते दादा. पकोड़ा खाने? पकोड़ा नहीं चाहिए. झूला चूल्हा बंद कर दिया ना सरकार ने, झोपड़े तोड़ गए. हाँ ഇതാണ് താലി. അതിന്റെ ജോബർ കൊണ്ട് ഉണ്ടാക്കിയ കേട്ടോ. പിന്നെ ബേങ്ങിന്റെ കറി,
പിന്നെ ബേഗൻ ബേങ്കൻ മറ്റേ ബ്രിഞ്ചാളിന്റെ കറി, പയറ് കറി, പയറിന്റെ കറി അല്ലേ. പിന്നെ മുളക് ചമ്മന്തി ഉണ്ട്, ചമ്മന്തി, പിന്നെ അച്ചാറോ എന്ത് അച്ചാറ്, പിന്നെ പപ്പടം. Okay. What is this? ജോനു അങ്ങനെ എന്താ സിനഗഡ് ഫോർട്ട് കീഴടക്കി അല്ലേ, ബോങ്കിർ ഫോർട്ട് കീഴടക്കി, ഇപ്പൊ സിനഗഡ് ഫോർട്ട്. ഞങ്ങളിതാ ഇവിടുത്തെ കഴിക്കാൻ പോണേ. ജോനു അവിടെ ഭയങ്കര ശല്യം, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അകത്തോട്ട് കയറിയിട്ടോ. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ, ഓരോ റെസ്റ്റോറൻറ്റ്സ്. നമ്മൾ പോയത് അവിടുത്തെ ആ ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയി. റെസ്റ്റോറൻ്റ് അല്ല, ഇവരെല്ലാം താഴെ കേട്ടോ, ഈ ഒരു മലയുടെ താഴെയാണ് താമസിക്കുന്നത്. എന്നിട്ട് ഇവിടെ സാധനം എല്ലാം കൊണ്ടുവന്നിട്ട് ഇവരിങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകാം കേട്ടോ. ഇനി ഒരു സ്പോട്ടിലോട്ടുണ്ട് നമുക്ക്, അപ്പോൾ അങ്ങോട്ട് പോവാം. ഇവിടെ അമ്പലം ഉണ്ട് കേട്ടോ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ മോനുമെൻ്റ് ആണേ, ഇതൊരു മ്യൂസിയം ആണ്. ഞങ്ങൾ ചപ്പലൊക്കെ ഉരിയാണ് കറണ്ടത് കേട്ടോ. ഇവിടെ എന്താണ് വെട്ടും കുത്തുവാണല്ലേ, കളർ ചെയ്യാൻ തോന്നുന്നു കേട്ടോ. ചത്തോടെ ഉണ്ടായിരുന്നു താനാജി എഴുതിട്ടുണ്ടല്ലേ. അല്ലേ മാറിക്കണ്ടേ? പാവം ഒരാളും വരുമോ? കോമഡിയല്ലേ? ആണ് ഗായ്സ് സിനഗഡ് ഫോർട്ട്. ഇത് ലോക്മാന്യ തിലക് മേടിച്ച സ്ഥലമാണ്. പർച്ചേസ് ബംഗ്ല ഫ്രം രാംലാൽ മൺറാം നായിക് 1890. സമ്മറിലൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ടിരുന്നേ. ലോക്മാന്യ തിലക് ഗീത രഹസ്യ വാസ് പ്രിപ്പയർഡ് 1915. പിന്നെ മഹാത്മാഗാന്ധി ലോക്മാന്യ ഇവിടെ മീറ്റ് ചെയ്തത് 1915. ലോക് ബാൽ ഗംഗാധർ തിലക് പുള്ളിയുടെ വീടാണ് കേട്ടോ. ഇതിപ്പോൾ ഗസ്റ്റ് ഹൗസായിട്ട് കൊടുത്തേക്കുക. അമ്പലമൊക്കെ കാണാൻ പറ്റും കേട്ടോ. ചെറിയൊരു അമ്പലമുണ്ട് ഇവിടെ താഴെ, അമ്പലം ഒരു കുളം. നമ്മളങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ നേരെ ഒരു വിൻഡ് പോയിന്റിലോട്ടാണ് പോകാൻ പോകുന്നത്. ആ ഒരു വിൻഡ് പോയിന്റിലോട്ടാണ് പോകാൻ പോകുന്നത്. ഓക്കെ, പോയിട്ട് നമുക്ക് നോക്കാം. പോയിൻ്റാണ് സിനഗഡ് ഫോർട്ടിൻ്റെ ഏറ്റവും എന്താ പറയുന്നത്, ഇപ്പോൾ ദ ടിപ്പ് ഓഫ് ദ ഫോർട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. ഒരു കോർണർ പോയിൻ്റാണ് സിനഗഡ് ഫോർട്ടിൻ്റെ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അവിടുത്തെ വ്യൂ ഇവിടെ കാണാം. കണ്ടിട്ട് നമുക്ക് ഇപ്പോൾ മഴ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം കാണും കേട്ടോ. ഫുൾ വെള്ളം നിറഞ്ഞ ഒരു പച്ചപ്പും പിന്നെ നല്ല കാറ്റും വേറെ ഒരു അന്തരീക്ഷം. ഇപ്പം ഫെബ്രുവരി ആയതുകൊണ്ട് വലിയ
ഇവിടെ മഴയില്ല, ചെറിയ വെയിലൊക്കെ ഉണ്ട്, കാറ്റുമില്ല. ഇതാണ് ദ കോർണർ ഓഫ് സിംഗട്ട് ഫോർട്ട്. നമ്മൾ എത്തിയിരിക്കുന്നു. എടി സൂക്ഷിച്ച് കുറേ ഇതൊക്കെ ഓക്കെ. നല്ല വേണ്ട ഇവിടുന്ന് വീണാൽ പൊടി പോലും കാണത്തില്ല. പൊടി പോലും കാണത്തില്ല. ചിബി ചിബി ജോണതൻ, I love you. ഹലോ ഹലോ. ഉണ്ട് കേട്ടോ. ഹലോ ഹലോ ചിബി 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 ചിബി. ഫുള്ള് അങ്ങനെ നമുക്ക് അത് പോകാനാണ്. ജിബി ഓടുന്നുണ്ട് കേട്ടോ, കുഞ്ഞിനെ പിടിച്ചോണ്ട്. അവൻ ഉറങ്ങി, വെയിലേണ്ട് പൊതിഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടമാണ് ജിബി. വെടി കിട്ടിയ പന്നിപ്പോഴാണ് ജിബി ഓടുന്നത്. ഇപ്പം നമ്മൾ പോവുകയാണ്. അയ്യോ ഇങ്ങനെ ആയിരിക്കും അല്ലേ മഴ കഴിഞ്ഞ് വരുമ്പോ. പണി കിട്ടിയല്ലേ? മൊത്തം ഡിസ്ചാർജ് ആയിരിക്കുന്നു. എന്നിട്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നോക്കിയപ്പോ ആളെ കാണുക. ഞാൻ അവിടെ പോയി ഇരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നെ ഇട്ടിട്ട് പോയാന്ന്. ഞാൻ വിചാരിച്ചു മിക്കവാറും ഞാൻ വിചാരിച്ചു എന്നെ ഇവിടെ അറിഞ്ഞോണ്ട് ഇട്ടിട്ട് പോവാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആയിരുന്നല്ലേ. തട്ടിയിട്ടെ ഇവിടെ റേഞ്ചും ഇല്ല, ഒന്നുമില്ല. ഞാനാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഞാനാണെങ്കിൽ എനിക്ക് അറിയത്തില്ല, കാറിന്റെ നമ്പർ അറിയാൻ പോയി. ഇത് ഏത് കാറാന്ന് അറിയത്തില്ല, എന്തിന്ന് കാണുന്നില്ല. പിന്നെ കൊറേ ഞാൻ ഇങ്ങനെ നോക്കി കേട്ടോ, നോക്കി മറ്റേ കിലുക്കത്തിനകത്ത് കിലുക്കം അവളെ കൊണ്ട് ടീം വന്നില്ല എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോ അവിടെ ഇരുന്നേനെ. നടന്നില്ലല്ലേ? പക്ഷെ അയ്യോ ഞാൻ പിന്നെ നോക്കിയപ്പോ തൊപ്പി വെച്ച ഒരാളെ കണ്ടു. എനിക്ക് ഭാഗ്യം, ഇനി അന്നൊരു സമാധാനമായി. പിന്നെ നോക്കിയപ്പോ ഇതൊക്കെ തുറന്ന് എന്താ പേര് ബോണറ്റൊക്കെ തുറന്ന് അവിടെ നിൽക്കുന്നു കുറെ ആൾക്കാരും. എന്നാലും അവരെന്തുവാ ഈ ടാക്സി ഡ്രൈവേഴ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ട് സ്റ്റാർട്ടാക്കി. ഞാൻ വിചാരിച്ച പണി കിട്ടി, ഇനി എങ്ങനെ പോകും വെച്ചിട്ട് അതൊക്കെ പോയേ. നല്ല സ്റ്റീപ്പാട്ടോ. അങ്ങനെ നമ്മുടെ വിസിറ്റ് സിംഗട്ട് ഫോർട്ടിലെ വിസിറ്റ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി ഇങ്ങനത്തെ വീഡിയോസ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്